ഒരിക്കൽ നാരദമുനി വൈകുണ്ഠത്തിലെത്തിലേക്കുള്ള യാത്രക്കിടെ ഭൂമിയിൽ വെച്ച് ഒരു ബ്രാഹ്മണനെ കണ്ടുമുട്ടി. ബ്രാഹ്മണൻ നാരദനോട് ചോദിച്ചു, അങ്ങ് ഭഗവാനെ കാണാൻ പോവുകയാണോ? ഞാനെന്നാണ് മോക്ഷം നേടുക എന്ന് ഭഗവാനോട് ചോദിക്കാമോ? തീർച്ചയായും ഞാൻ ചോദിക്കാം. നാരദമുനി സമ്മതിച്ചു. യാത്ര തുടരുന്നതിനിടെ നാരദൻ ഒരു ആൽമരത്തിന് താഴെയിരുന്ന് ചെരുപ്പ് തുന്നുന്ന ഒരു ചെരുപ്പുകുത്തിയെയും കണ്ടു. ചെരുപ്പുകുത്തിയും നാരദനോട് ചോദിച്ചു, അങ്ങ് ഭഗവാനെ കാണാൻ പോവുകയാണോ? എന്റെ മോക്ഷം എപ്പോഴായിരിക്കുമെന്ന് അവിടുത്തോട് ചോദിക്കാമോ? നാരദമുനി വൈകുണ്ഠത്തിലെത്തിയപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി. ബ്രാഹ്മണന്റെയും ചെരുപ്പുകുത്തിയുടെയും മോക്ഷത്തെക്കുറിച്ച് വിഷ്ണു ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ മറുപടി നൽകി, ശരീരം വെടിഞ്ഞ ശേഷം ചെരുപ്പുകുത്തി എന്റെ അടുക്കൽ വരും. അപ്പോൾ ബ്രാഹ്മണനോ? നാരദൻ ചോദിച്ചു. അവൻ ഒരുപാട് ജന്മങ്ങൾ അവിടെ തന്നെ കഴിയേണ്ടിവരും. അവൻ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഭഗവാൻ ഉത്തരം നൽകി. നാരദമുനി അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഈ രഹസ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. നാരായണൻ പറഞ്ഞു, അത് താങ്കൾക്ക് മനസ്സിലാകും. എന്റെ വാസസ്ഥലത്ത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാനൊരു സൂചിയിൽ ആനയെ കോർക്കുകയാണെന്ന് അവരോട് പറയുക. നാരദൻ ഭൂമിയിലേക്ക് മടങ്ങി ആദ്യം ബ്രാഹ്മണനെ സമീപിച്ചു. ബ്രാഹ്മണൻ ആകാംക്ഷയോടെ ചോദിച്ചു, ഓ, അങ്ങ് ഭഗവാനെ കണ്ടോ? അവിടുന്ന് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം ഒരു സൂചിയിൽ ആനയെ കോർക്കുകയായിരുന്നു. നാരദൻ മറുപടി നൽകി. അത്തരം അസംബന്ധങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല. ബ്രാഹ്മണൻ പ്രതികരിച്ചു. ആ മനുഷ്യന് വിശ്വാസമില്ലെന്നും വെറും പുസ്തകവായന കൊണ്ട് മാത്രം ഭഗവാനെ മനസ്സിലാക്കുന്നവനാണെന്നും നാരദന് അപ്പോൾ തന്നെ മനസ്സിലായി. നാരദൻ അവിടെ നിന്ന് പുറപ്പെട്ട് ചെരുപ്പുകുത്തിയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹവും ആകാംക്ഷയോടെ ചോദിച്ചു, ഓ, അങ്ങ് ഭഗവാനെ കണ്ടോ? അവിടുന്ന് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം ഒരു സൂചിയിൽ ആനയെ കോർക്കുകയായിരുന്നു. നാരദൻ മറുപടി നൽകി. ചെരുപ്പുകുത്തി കരയാൻ തുടങ്ങി. ഓ, എന്റെ ഭഗവാന്റെ പ്രവൃത്തികൾ എത്ര അത്ഭുതകരമാണ്! അവിടത്തേക്ക് എന്തും ചെയ്യാൻ കഴിയും. ഭഗവാന് ഒരു ആനയെ സൂചിക്കുഴയിലൂടെ കടത്തിവിടാൻ കഴിയുമെന്ന് താങ്കൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? നാരദൻ ചോദിച്ചു. എന്തുകൊണ്ട് പാടില്ല? ചെരുപ്പുകുത്തി പറഞ്ഞു. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ്? നാരദൻ ചോദിച്ചു. ചെരുപ്പുകുത്തി മറുപടി നൽകി. ഞാൻ ഈ ആൽമരത്തിന് താഴെയിരിക്കുന്നു. ഓരോ ദിവസവും ഒരുപാട് കായ്കൾ താഴെ വീഴുന്നത് കാണാം. ഓരോ വിത്തിലും ഈ മരം പോലെ ഒരു ആൽമരമുണ്ട്. ഒരു ചെറിയ വിത്തിനുള്ളിൽ ഇങ്ങനെയൊരു വലിയ മരം ഉണ്ടാകാമെങ്കിൽ ഭഗവാൻ ഒരു സൂചിക്കുഴയിലൂടെ ആനയെ കടത്തിവിടുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണോ? ചെരുപ്പുകുത്തിയുടെ യഥാർത്ഥ വിശ്വാസം മനസ്സിലാക്കിയ നാരദന് ഭഗവാൻ പറഞ്ഞതിന്റെ പൊരുൾ ബോധ്യമായി. ഈ കഥ യഥാർത്ഥ വിശ്വാസത്തിന്റെ സത്ത വ്യക്തമാക്കുന്നു. അത് കണ്ണടച്ച് വിശ്വസിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ദിവ്യത്വത്തിൽ യുക്തിസഹമായ വിശ്വാസം അർപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. ഭഗവാന് ഒരു വലിയ മരത്തെ ഒരു ചെറിയ വിത്തിനുള്ളിൽ വെക്കാൻ കഴിയുമെങ്കിൽ മറ്റ് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ അവിടത്തേക്ക് കഴിയുന്നത് അത്ഭുതകരമല്ല. ഗ്രഹങ്ങളെ ബഹിരാകാശത്ത് നിർത്തുന്നത് പ്രകൃതി ശക്തികൾ മാത്രമാണെന്ന് ശാസ്ത്രജ്ഞർ ചിന്തിച്ചേക്കാം. എന്നാൽ പ്രകൃതിക്ക് പിന്നിൽ പരമകാരുണികനായ ഭഗവാനുണ്ട്. പ്രകൃതി അവിടുത്തെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുക മാത്രം ചെയ്യുന്നു.